താരതമ്യ മനഃശാസ്ത്രം എന്നത് മനുഷ്യേതര ജീവജാലങ്ങളുടെ, പ്രത്യേകിച്ച് മൃഗങ്ങളുടെ പെരുമാറ്റം, മാനസിക പ്രക്രിയകൾ, കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. മൃഗങ്ങളുടെ പെരുമാറ്റം നിരീക്ഷിച്ച് അവ മനുഷ്യരുടേതുമായി എങ്ങനെ സാമ്യപ്പെടുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഈ ശാസ്ത്രശാഖയുടെ പ്രാഥമിക ലക്ഷ്യം. താരതമ്യ മനഃശാസ്ത്രം എന്നത് മനുഷ്യേതര ജീവജാലങ്ങളുടെ, പ്രത്യേകിച്ച് മൃഗങ്ങളുടെ പെരുമാറ്റം, മാനസിക പ്രക്രിയകൾ, കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. മൃഗങ്ങളുടെ പെരുമാറ്റം നിരീക്ഷിച്ച് അവ മനുഷ്യരുടേതുമായി എങ്ങനെ സാമ്യപ്പെടുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഈ ശാസ്ത്രശാഖയുടെ പ്രാഥമിക ലക്ഷ്യം. താരതമ്യ മനഃശാസ്ത്രം പഠിക്കുന്ന പ്രധാന മേഖലകൾ: 1. പരിണാമപരമായ ബന്ധങ്ങൾ. വിവിധ ജീവിവർഗങ്ങളിലെ പെരുമാറ്റ രീതികൾ പഠിക്കുകയും അവ പരിണാമപരമായി എങ്ങനെ വികസിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്യുക. 2. പഠനം. മൃഗങ്ങൾ പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ഓർമ്മശക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ താരതമ്യ മനഃശാസ്ത്രം പഠിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? പരിണാമപരമായ ബന്ധങ്ങൾ. വിവിധ ജീവിവർഗങ്ങളിലെ പെരുമാറ്റ രീതികൾ പഠിക്കുകയും അവ പരിണാമപരമായി എങ്ങനെ വികസിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്യുക. 2. പഠനം. മൃഗങ്ങൾ പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ഓർമ്മശക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുക. 3. ബുദ്ധി, പ്രശ്നപരിഹാരശേഷി, ഉപകരണങ്ങളുടെ ഉപയോഗം, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളിൽ മൃഗങ്ങൾ പ്രകടിപ്പിക്കുന്ന ബുദ്ധിശക്തി താരതമ്യം ചെയ്യുക. പ്രശ്നപരിഹാരശേഷി, ഉപകരണങ്ങളുടെ ഉപയോഗം, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളിൽ മൃഗങ്ങൾ പ്രകടിപ്പിക്കുന്ന ബുദ്ധിശക്തി താരതമ്യം ചെയ്യുക. അടുത്തത് സാമൂഹിക പെരുമാറ്റം. മൃഗങ്ങളുടെ ഇണചേരൽ, മാതൃശിശു ബന്ധങ്ങൾ, കൂട്ടായുള്ള ജീവിത രീതികൾ, ആക്രമണ സ്വഭാവം എന്നിവ വിശകലനം ചെയ്യുക. റഷ്യൻ ഫിസിയോളജിസ്റ്റായ ഇവാൻ പാവ്ലോവ് നടത്തിയ ക്ലാസിക്കൽ കണ്ടീഷനിങ് പരീക്ഷണങ്ങളും B.F. സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് പരീക്ഷണങ്ങളും താരതമ്യ മനഃശാസ്ത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. മനുഷ്യൻ സ്വന്തം പെരുമാറ്റത്തെയും മാനസിക നിലപാടുകളെയും കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ താരതമ്യ മനഃശാസ്ത്രം സഹായിക്കുന്നു. മനുഷ്യൻ്റെ സ്വന്തം പെരുമാറ്റത്തെയും മാനസിക നിലപാടുകളെയും കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ താരതമ്യ മനഃശാസ്ത്രം സഹായിക്കുന്നു. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനപരമായ ജൈവപരവും പരിണാമപരവുമായ വേരുകൾ കണ്ടെത്താൻ ഈ പഠനങ്ങൾ ഉപകരിക്കുന്നു. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനപരമായ ജൈവപരവും പരിണാമപരവുമായ വേരുകൾ കണ്ടെത്താൻ ഈ പഠനങ്ങൾ ഉപകരിക്കുന്നു. താങ്ക് യു.